ഖുർആനിൻ്റെ ഏതാനും പ്രത്യേകതകൾ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ലോകത്ത് ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ട്. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ, ഋഗ്വേദവും സാമവേദവും യജുർവേദവും അഥർവവേദവും അതുമായി ബന്ധപ്പെട്ട ഉപശാഖാപരമായ ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ട്. ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട് ബൈബിളുണ്ട്, ജൂതമതവുമായി ബന്ധപ്പെട്ട് തോറയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധ ഖുർആനിനെ വ്യത്യസ്തമാക്കുന്ന ഒന്നാമത്തെ പ്രത്യേകത എന്താ അറിയാം നിങ്ങൾ? ലോകത്ത് ഉള്ള എല്ലാ ഗ്രന്ഥങ്ങളുടെയും തുടക്കം മുതൽ ഒടുക്കം വരെ നാം കൃത്യമായി വർഷങ്ങളിരുന്ന് പരിശോധിച്ചാലും ആ ഗ്രന്ഥങ്ങളിൽ എവിടെയും ഈ ഗ്രന്ഥം ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ളതാണ്, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് കാണാൻ സാധ്യമല്ല. അത് ലോകത്ത് ഒരൊറ്റ ഗ്രന്ഥത്തിൽ മാത്രമേ ഉള്ളൂ, അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. വേറൊരു ഗ്രന്ഥത്തിലും ഈ ഒരു അവകാശത്തെ കൃത്യമായി നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഒരു തവണയല്ല, എത്രയോ തവണ കൃത്യമായി ഇത് പ്രമാദമുക്തമായ, തെറ്റുകളില്ലാത്ത, അബദ്ധങ്ങളില്ലാത്ത, വൈരുദ്ധ്യങ്ങളില്ലാത്ത, സർവശക്തനായ, രാജാതിരാജനായ, പരമകാരുണികനായ, പ്രതാപങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ച് പരിശുദ്ധ ഖുർആനിൽ ഉറപ്പിച്ചു പറയുന്നു. പരിശുദ്ധ ഖുർആൻ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ തന്നെ അള്ളാഹു പ്രഖ്യാപിക്കുന്നത്, ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ വചനം കഴിഞ്ഞാൽ, ഒന്നാമത്തെ ആയത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ അള്ളാഹു പറയുന്നത്, ദാലിക്കൽ കിതാബ്, ഇതാകുന്നു ഗ്രന്ഥം, ലാ റൈബ ഫീഹി, ഇതിൽ യാതൊരു സംശയവുമില്ല. ഈ ഗ്രന്ഥം വഴികാട്ടിയാണ്, മാർഗദർശനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, ഉത്കൃഷ്ടമായ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നതാണ് ഈ ഗ്രന്ഥം എന്ന പരിശുദ്ധ ഖുർആൻ. ഇത് പറഞ്ഞിട്ടാണ് ഖുർആൻ തുടങ്ങുന്നത് തന്നെ. അവിടുന്ന് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ മുന്നോട്ട് പോകുമ്പോൾ സൂറത്തു സജദയുടെ രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണമുണ്ടാകുന്നത് ഒരു സംശയവുമില്ലാത്ത വിധം ലോകങ്ങളുടെ രക്ഷിതാവിൻ്റെ പക്കൽ നിന്നാണ്, ലോകങ്ങളുടെ റബ്ബിൻ്റെ പക്കൽ നിന്നാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൂറത്തു ശുഅറാഇന്റെ 192 ആയത്തിൽ അല്ലാഹു പറയുന്നു, വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. 2 തവണയാണ് ആയത്തിൽ ഉറപ്പിച്ചു പറയുന്നത്. നിശ്ചയം ഈ ഗ്രന്ഥം ലതൻസീലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവ് അവതരിപ്പിച്ചതാണ് ഈ ഗ്രന്ഥം, അതിൽ യാതൊരു സംശയവുമില്ല. സൂറത്ത് യാസീനിന്റെ 5 ആയത്തിൽ അല്ലാഹു പറയുന്നു, തൻസീലൽ അസീസിർ റഹീം, പരമകാരുണികനും കരുണാനിധിയും പ്രതാപിയുമായ ലോകത്തിൻ്റെ രക്ഷിതാവ് അവതരിപ്പിച്ചതാണ് ഈ പരിശുദ്ധമായ ഗ്രന്ഥമെന്ന് ഈ ആയത്തുകളിലൂടെ, ഈ വചനങ്ങളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. ഖുർആനിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണത്. ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് തുറന്ന് ധൈര്യത്തോടെ, അതൊന്നും ഒരു എളുപ്പമുള്ള വിഷയമൊന്നല്ല അത്. ഇത് ദൈവത്തിങ്കൽ നിന്നുള്ളതാണെന്ന് പറയുമ്പോൾ അതിലൊരു തെറ്റും ഉണ്ടാവുകയില്ല, അതിലൊരു അബദ്ധവും ഉണ്ടാവുകയില്ല എന്നൊരു വെല്ലുവിളി കൂടി അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ചെറിയൊരു വിഷയമല്ല, വളരെ എളുപ്പത്തിൽ ലാഘവത്തോടെ പറയാൻ കഴിയുന്ന ഒരു വിഷയമല്ലത്. അത് മാത്രമല്ല, ഖുർആന്റെ രണ്ടാമത്തെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഹിജ്റിന്റെ 1-ാമത്തെ പേജ് ഓതുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത്, ഈ ഓർമ്മയെ, ഈ ദിക്റിനെ നാമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ഇതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളതും നാം തന്നെയാണ്. അതായത് ഈ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെതല്ലാത്തൊരു വാക്ക് പോലും കടന്നു വരിക സാധ്യമല്ല. ഈ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിൽ നിന്ന് ഒരു വചനം പോലും, ഒരക്ഷരം പോലും വിട്ടുപോകുക സാധ്യമല്ല. ഈ പരിശുദ്ധ ഖുർആനിൽ ശാസ്ത്രീയമായതോ സാഹിത്യപരമായതോ ആയ ഒരു അബദ്ധം കടന്നു വരിക സാധ്യമല്ല. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പരസ്പരം ഒരു വൈരുദ്ധ്യം സാധ്യമല്ല. അത് കണ്ടെത്താനോ അത് തെളിയിക്കാനോ ഈ ഖുർആനിൻ്റെ അനസ്യൂതമായ നിലനിൽപ്പിന് തടയിടാനോ ലോകത്തൊരു തലച്ചോറിനും സാധ്യമല്ല, ലോകത്തൊരു ബുദ്ധിക്കും സാധ്യമല്ല, ലോകത്തൊരു ഗവേഷണ കേന്ദ്രങ്ങൾക്കും സാധ്യമല്ല. കാരണം ഈ ഖുർആനിൻ്റെ അതുപോലെയുള്ള നിലനിൽപ്പിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത് ലോകത്തിൻ്റെ രക്ഷിതാവാണ്, അല്ലാഹുവാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാം അവതരിപ്പിച്ച ഈ പരിശുദ്ധ ഖുർആനിൻ്റെ
സംരക്ഷണം നാം ഇതാ ഏറ്റെടുത്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ വാക്കാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ലോകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഗ്രന്ഥവും അതിന് ഒരുപാട് അനുയായികളുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണത്തിന് അവൻ സ്വീകരിച്ച മാധ്യമം എന്താണ്? ലോകത്തെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ സൃഷ്ടിപ്പ് എന്താണ്? ലോകത്തെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ്, ഏറ്റവും സങ്കീർണമായ സൃഷ്ടിപ്പ് ഏതാണ്? ഇപ്പം എന്തൊക്കെയോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. AI പിന്നെ ഒരുപാട് നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇപ്പോൾ അതിൻ്റെ വികസനത്തിലാണ്. ഇങ്ങനെ ഒരുപാട് അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങളും അത്ഭുതകരമായ സംവിധാനങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെയാണോ ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടിപ്പ്? അല്ല. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ തലച്ചോറാണ് അള്ളാഹുവിൻ്റെ പടപ്പിൽ ഈ ഭൂമി ലോകത്ത് ആലമുഷഹാദയിലുള്ള ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടിപ്പ്. എന്നാൽ നിങ്ങളറിയോ, അതേ തലച്ചോറിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാഹു അക്ബർ. ഖുർആനിനെ സംരക്ഷിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ലോകത്തെ ഏറ്റവും ശക്തമായ മാധ്യമത്തെയാണ്, ഈ ലോകത്തെ ഏറ്റവും ശക്തമായ മീഡിയത്തെയാണ് പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും 30 ജുസുവും 114 സൂറത്തും കൃത്യമായി അക്ഷരത്തെറ്റില്ലാതെ വള്ളി പുള്ളി തെറ്റാതെ ഓതാൻ കഴിയുന്ന മക്കൾ മാത്രമാണ്, ഹാഫിളുകൾ മാത്രമാണ് പരിശുദ്ധ ഖുർആന്റെ സംരക്ഷണം. അല്ല, ഒരിക്കലും അല്ല. ഞാനിവിടെ നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സകലരും 60 വയസ്സ് മുതൽ 70 വയസ്സ് മുതൽ 30, 40, 50, 20, 5 വയസ്സുള്ള കുട്ടി വരെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹയുടെ ബാക്കി വചനങ്ങൾ ഓതുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും തലച്ചോറ് 2 ബില്യണിലധികം വരുന്ന ലോകത്തിൻ്റെ പല ഭൂഖണ്ഡങ്ങളിലായി, രാജ്യങ്ങളിലായി, വർണ്ണങ്ങളിലായി നിറഞ്ഞു നിൽക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ തലച്ചോറുകളിലൂടെ കാലാന്തരങ്ങളിൽ പരിശുദ്ധ ഖുർആൻ കൃത്യമായി വള്ളി പുള്ളി തെറ്റാതെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത്ഭുതമാണ്. ഖുർആനിന് മാത്രമുള്ള പ്രത്യേകതയാണത്. ഈ ഇരിക്കുന്നത് ബൈബിളിന്റെ അനുയായികളാണെങ്കിൽ ഇവിടെ വന്ന് ബൈബിളിന്റെ ഒരു വചനം പറഞ്ഞാൽ അതിന്റെ ബാക്കി പറയാൻ അവർക്ക് സാധിക്കണമെന്നില്ല. ഓരോ വേദങ്ങളുടെ അനുയായികളാണെങ്കിൽ അതിൻ്റെ ഒരു വചനം പറഞ്ഞാൽ അതിന്റെ ബാക്കി പറയാൻ എത്ര പേർക്ക് സാധിക്കും? എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഫാത്തിഹ സൂറത്തിന്റെ തുടക്കം ഓതി കഴിഞ്ഞാൽ അതൊടുക്കം വരെ ഓതാൻ കഴിയാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. എല്ലാവർക്കും സാധിക്കും. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. ആ ഖുർആനിന്റെ ഒരു അക്ഷരം പോലും തെറ്റിപ്പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ ഞാൻ ആ ഖുർആനിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്ക് പോലും, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു അക്ഷരം പോലും പരിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും അവരുടെ പ്രഹസനങ്ങളുടെയും അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ 3 മിനിറ്റും 4 മിനിറ്റുമുള്ള വീഡിയോകളും കണ്ടന്റുകളും കണ്ട് പലപ്പോഴും നമ്മുടെ ഈമാനിന് ക്ഷതമേൽക്കാറുണ്ട്, നമുക്ക് സംശയമുണ്ടാകാറുണ്ട്. പക്ഷേ 1000 തവണ പരിശുദ്ധ ഖുർആനിനെ ഒരു ആയത്ത് കൃത്യമായ രീതിയിൽ നാം തദബ്ബുർ ചെയ്യുകയാണെങ്കിൽ യുക്തിവാദികളോ ഇസ്ലാമിൻ്റെ ശത്രുക്കളോ ഉണ്ടാക്കുന്ന 10,000 കൊല്ലത്തെ പരിശ്രമങ്ങൾ തകർക്കാൻ ആ ഒരൊറ്റ ആയത്ത് മതിയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത്രമാത്രം പവർഫുള്ളാണ് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണോ ഈ വാക്കുകൾ? അതാണല്ലോ സാധാരണ പറയാറുള്ളത്. മുഹമ്മദ് ചമച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സമൂഹത്തിൽ സ്വീകാര്യത കിട്ടുന്നതിന് വേണ്ടി പറഞ്ഞു വെച്ചതാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, അത് അല്ല എന്നതിൻ്റെ ഒന്നാമത്തെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്ത് കിട്ടുന്നതിന് വേണ്ടി, സ്വീകാര്യത കിട്ടുന്നതിന് വേണ്ടി, അധികാരം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഖുർആൻ കെട്ടിച്ചമച്ചതെങ്കിൽ ഈ ഖുർആൻ പറയാൻ തുടങ്ങിയ കാലഘട്ടം തൊട്ട് പ്രവാചകൻ ഉണ്ടായിരുന്ന സമ്പത്തും ഉണ്ടായിരുന്ന സ്വാധീനവും ഉണ്ടായിരുന്ന സൽപ്പേരും മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതിലാർക്കാണ് സംശയം? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, മാർദ്ദവമുള്ള മാവിൻ്റെ റൊട്ടി മാസങ്ങളോളം കഴിക്കാതിരുന്നിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുപ്പ് മാസങ്ങളോളം പുകയാതിരുന്നിട്ടുണ്ട്. അന്ന് മദീന നിവാസികളായ അൻസാരികൾ കൊണ്ടുവന്നു തരുന്ന പാലും പഴവും കഴിച്ചിട്ട്, ഈത്തപ്പഴവും കഴിച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ചു കൂട്ടിയതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. ഖന്തക്കിൻ്റെ ഭൂമിയിൽ വിശപ്പിൻ്റെ പരാതി പറയാൻ വേണ്ടി പ്രവാചകൻ്റെ മുന്നിലേക്ക് വന്നിട്ട് വയറ്റത്ത് വെച്ചു കെട്ടിയ കല്ല് കാണിച്ചു കൊടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വാക്ക് വേണ്ടി വന്നില്ല അവരെ സമാധാനിപ്പിക്കാൻ. സ്വന്തം വയറ്റത്ത് വെച്ച് കെട്ടിയ 2 കല്ലുകൾ കാണിച്ചിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനിപ്പിച്ചത്. അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ പോകുമ്പോൾ തൻ്റെ പ്രിയതമയോട് ആകെ കൂടിയുള്ള സമ്പാദ്യത്തിൻ്റെ കണക്ക്
കണക്കെടുക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് 7 ദിർഹം മാത്രമാണ്, 7 വെള്ളി നാണയങ്ങൾ മാത്രമാണ്. ആ 7 വെള്ളി നാണയങ്ങളും കൊടുത്തു തീർത്തിട്ട് മരിക്കുന്നതിൻ്റെ തലേ ദിവസം വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാതെ അവസാനം ആ എണ്ണയ്ക്ക് വേണ്ടി അയൽപക്കത്തെ വീട്ടിലേക്ക് കടം വാങ്ങിക്കാൻ പോകുകയാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, പ്രിയപ്പെട്ട പടയങ്കി, ജൂതന്റെ വീട്ടിൽ പണയം വെച്ചത് 30 സ്വാ ഗോതമ്പിന് വേണ്ടിയാണ്, പശിയടക്കുന്നതിന് വേണ്ടിയാണ്. ഇതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ ജീവിതം. 13 കൊല്ലക്കാലം മക്കയിൽ ഈ കാണുന്ന പരിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തിയിട്ട് ചില്ലിക്കാശിന്റെ ഉപയോഗം പ്രിയപ്പെട്ടവരെ ദുനിയാവിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടില്ല. മറിച്ച് ഈ പ്രബോധനത്തിൽ നിന്ന്, ഈ ഖുർആനിന്റെ ഉത്ബോധനത്തിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാൽ മക്കക്കാർ അധികാരം തരാമെന്ന് പറഞ്ഞു, പെണ്ണിനെ തരാമെന്ന് പറഞ്ഞു, പണം തരാമെന്ന് പറഞ്ഞു, എല്ലാം നൽകാമെന്ന് പറഞ്ഞു. ആ ഓഫറുകളെ മുഴുവൻ തട്ടിത്തെറിപ്പിച്ച് അള്ളാഹുവിൻ്റെ കലാമിനെ ഉയർത്തിപ്പിടിച്ച ചരിത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടിനെയും ഇല്ലായ്മയെയും വല്ലായ്മയും നെഞ്ചിലേറ്റി ഈ പരിശുദ്ധ ഖുർആനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടു നടന്നു. പ്രിയപ്പെട്ടവരെ, ദുനിയവിയായ ഒരാഗ്രഹവും ദുനിയവിയായ ഒരു ഇച്ഛയും ഈ ഖുർആനിൻ്റെ പ്രബോധനത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായിട്ടില്ല എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുക. എത്രയോ തവണ അവിടുത്തെ അനുയായികൾ കരഞ്ഞു പോയിട്ടുണ്ട്. റസൂലിൻ്റെ മുറിയിലേക്ക് കയറി ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത് ഒരു തോൽ കഷ്ണവും 3 തോൽ കഷ്ണത്തിൻ്റെ തോലിൻ്റെ പാത്രങ്ങളും ഏതാനും ബാർലിയും മാത്രമാണ്. ഉമർ കരഞ്ഞ ചരിത്രമൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്, വായിച്ചതാണ്, അറിഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു തരത്തിലും ദുനിയവിയായ ഉപയോഗം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുത്തതുകൊണ്ട്, പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ട് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാരണം എന്താണ്? 40 വയസ്സുവരെ കളവ് പറഞ്ഞു എന്ന് ഒരാൾക്കും അഭിപ്രായമില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചോന്റെ പേരിൽ കളവ് പറയുകയോ? ഇത്രയും വലിയ ഗൗരവതരമായ വിഷയം എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയുക? പ്രവാചകന്റെ സത്യസന്ധതയുടെ സാക്ഷ്യമെന്നോണം അബിസീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അബൂ സുഫിയാൻ അബിസീനിയൻ രാജാവിൻ്റെ മുന്നിലിരുന്ന് പറഞ്ഞു കൊടുത്ത ചരിത്രം ഇന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖീകൃതമാണ്. അള്ളാന്റെ റസൂലിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് ആർക്കും സംശയമില്ല. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്തുലമായ സാഹിത്യമാണ് പരിശുദ്ധ ഖുർആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും ഈ ഖുർആൻ തൻ്റെ സാഹിത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയോ, ആ ഖുർആനിനെ ഈ പറയുന്ന ഖുറൈശികൾ തന്നെ, ഈ പറയുന്ന ബനൂ ഹാഷിമിൻ്റെ ആളുകൾ തന്നെ കഅബാലയത്തിൽ തൂക്കിയിട്ടുകൊണ്ട് മറ്റുള്ള ഗോത്രക്കാരോട് പറയുമായിരുന്നു, ഇതാ നോക്ക്, ഇതിന് പകരമുള്ള ഒരു കവിത നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ? ഇതിനോട് കിടപിടിക്കുന്ന ഒരു കവിത നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? ഇത് ഞങ്ങൾ ബനൂ ഹാഷിം കുടുംബത്തിൻ്റെ അഭിമാനമാണെന്ന് പറഞ്ഞ് അവരോട് പറയുമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറഞ്ഞില്ല. തൻ്റെ സാഹിത്യമാണെന്ന് പറയാൻ അവിടുത്തിന് ഒരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഇത് പടച്ചോൻ്റെതാണെന്ന് പറഞ്ഞപ്പോൾ അതാണ് അവരെ ചൊടിപ്പിച്ചത്, അതാണ് അവരെ പ്രയാസപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, എങ്ങാനും റസൂലിൻ്റെ സാഹിത്യമാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന ബഹിഷ്കരണങ്ങൾക്കും ആട്ടിനും തുപ്പിനും പകരം സ്വീകാര്യത ലഭിക്കുമായിരുന്നു. പൂച്ചെണ്ടുകളും പൂമാലകളും നൽകി ആ ഖുറൈശിക്കൂട്ടം, സാഹിത്യത്തെയും കവിതയെയും സ്നേഹിക്കുന്ന ഖുറൈശിക്കൂട്ടം അദ്ദേഹത്തെ സ്വീകരിക്കുമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കല്ലല്ലോ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ. അതുപോലെ ഖുർആനിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനത്തോടെ, ആദരവോടെ, സ്നേഹത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് മാത്രമുള്ള ഗ്രന്ഥമല്ല. പരിശുദ്ധ ഖുർആനിൽ അവസാനത്തെ ജുസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ, അവസാനത്തെ ജുസിന്റെ 3-ാമത്തെ സൂറത്ത് എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ ഒരു ചെയ്തിയെ അവലോകനം ചെയ്യുന്നതായി കാണാൻ കഴിയും, പ്രവാചകനെ വിമർശിക്കുന്നതായി കാണാൻ കഴിയും. 10 ആയത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചെയ്തിയുമായി ബന്ധപ്പെട്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കുന്നതിന് വേണ്ടി ഇറക്കിയത്. അല്ലാഹു പറയാൻ, അബസ വ തവല്ല أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى فهو يخشى فأنت عنه تلهى. അല്ലാഹു റസൂലിനെ കുറിച്ച് പറഞ്ഞതാണ് അബസ വ തവല്ല, അദ്ദേഹം മുഖം ചുളിച്ചു കളഞ്ഞു.
അദ്ദേഹം പിന്തിരിഞ്ഞു കളഞ്ഞു. അൻജാഅഹുൽ അഅ്മാ, ആ അന്ധനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം മുഖം ചുളിച്ചു കളഞ്ഞു എന്നതാണ്. ഏതാണ് ഈ സംഭവം പ്രിയപ്പെട്ടവരെ? അള്ളാഹിൻ്റെ റസൂൽ വലീദ് ഇബ്നു മുഗൈറയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കയിലെ വലിയ പ്രമാണിയാൻ. അയാളിങ്ങനെ ആ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനായ ദരിദ്രനായ വലിയ തറവാടിത്തമൊന്നും പറയാനില്ലാത്തൊരു സഹാബി പ്രവാചകൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് റസൂലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. റസൂലിന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അയാൾക്കെങ്ങാനും ഹിദായത്ത് കിട്ടുകയാണെങ്കിൽ, അയാളെങ്ങാനും മാറുകയാണെങ്കിൽ മക്കയിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ വിപ്ലവമാണ്. അതുകൊണ്ട് മാത്രമാണ് അള്ളാഹിൻ്റെ റസൂൽ പാവപ്പെട്ടവരെ പരിഗണിക്കാത്തവനല്ല, പാവപ്പെട്ടവരെ മാനിക്കാത്തവനല്ല. റസൂലിൻ്റെ പ്രാർത്ഥന തന്നെ എന്താണ്? അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഹുബ്ബൽ മസാകീൻ, പാവപ്പെട്ടവരുടെ സ്നേഹത്തെ നീ എനിക്ക് നൽകണമേ എന്ന് അള്ളാഹിൻ്റെ റസൂൽ അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട്. പാവപ്പെട്ടവരെ അവഗണിക്കുന്ന സ്വഭാവം പ്രവാചകനില്ല. പക്ഷേ ഈ ദീനിൻ്റെ വിഷയമായതുകൊണ്ട്, ഒരാൾ ഹിദായത്തിലേക്ക് വരുന്നതിൻ്റെ വിഷയമായതുകൊണ്ട് ആ മനുഷ്യന് വേണ്ട വിധം പരിഗണിക്കാൻ ആ സമയത്ത് കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് തന്നെ അള്ളാഹു വിമർശിക്കുകയാണ്. അബസ വതവല്ല അൻജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. നബി അങ്ങ് മുഖം ചുളിച്ചു കളഞ്ഞു, അങ്ങ് പിന്തിരിഞ്ഞു കളഞ്ഞു. ആ അന്ധനായ മനുഷ്യൻ അങ്ങയുടെ അടുത്തേക്ക് വന്നപ്പോൾ അങ്ങ് അദ്ദേഹത്തെ പരിഗണിച്ചില്ല. അങ്ങയ്ക്ക് എന്താണ് അറിയുക? ആ മനുഷ്യൻ പരിശുദ്ധി പ്രാപിച്ചെങ്കിലോ എന്താണ് അങ്ങയ്ക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയുക എന്ന് ചോദിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ചെയ്തിയെ വിമർശിക്കുകയാണ്. ആളുകളുടെ മനസ്സിൽ ഒരു ദിവ്യത്വം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ എഴുതിയുണ്ടാക്കിയതെങ്കിൽ ആ പ്രവാചകനെ തന്നെ വിമർശിക്കുന്ന വചനങ്ങൾ പ്രിയപ്പെട്ടവരെ അവിടെ ഉണ്ടാവോ? ആ പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ശക്തമായ വാണിംഗ് പോലും പ്രവാചകൻ അള്ളാഹു നൽകുന്ന അതിശക്തമായ വാണിംഗ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് സുമറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വലഖദ് ഊഹിയ ഇലൈക്, നാം നിനക്ക് ബോധനം നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബ്ലിക്, അങ്ങയ്ക്ക് മുൻപുള്ളവർക്കും അങ്ങയ്ക്ക് മുൻപുള്ള പ്രവാചകന്മാർക്കും നാം ബോധനം നൽകിയിട്ടുണ്ട്. എന്താണത്? ലഇൻ അശ്റക്ത, അങ്ങെങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ശിർക്ക് ചെയ്താൽ, ലയഹ്ബതന്ന അമലുക്, അങ്ങയുടെ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലായി പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, എന്നിട്ട് അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുക. അള്ളാന്റെ റസൂലിനുള്ള മുന്നറിയിപ്പാണ്, അള്ളാന്റെ റസൂലിനുള്ള വാണിംഗാണ്. അവിടെയും തീർന്നില്ല പ്രിയപ്പെട്ടവരെ. സൂറത്തുൽ ഹാഖ നമ്മളിങ്ങനെ ഓതി നോക്കിയാൽ ആ ഹാഖയുടെ അവസാനത്തിൽ നമുക്ക് കാണാം, വലൗ തഖവ്വല അലൈനാ ബഅദൽ ഖാവീൽ. ഈ പരിശുദ്ധ ഖുർആൻ അള്ളാന്റെ റസൂൽ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ വചനത്തിന് പുറമെ സ്വന്തം ഇഷ്ടപ്രകാരം ഏതാനും വചനങ്ങൾ എങ്ങാനും അള്ളാന്റെ റസൂല് പാരായണം ചെയ്താൽ, മുഹമ്മദ് നബി ഈ ഖുർആനിൽ തൻ്റെ വചനങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ, ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, അദ്ദേഹത്തെ നാം വലതുകൊണ്ട് പിടിക്കും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവനാടി നാം മുറിച്ചു കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ റസൂലിന് മുന്നറിയിപ്പ് നൽകിയതാണ്. ഒരു വാക്ക് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിട്ട് പരിശുദ്ധ ഖുർആനിലില്ല. എല്ലാം 916 പ്യുവറായ രീതിയിൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങൾ മാത്രമാണ്. ഈ 5 തെളിവുകൾ, ഈ 5 സാഹചര്യ തെളിവുകൾ പ്രിയപ്പെട്ടവരെ നിസ്സാരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ചാൽ ആ ഖുർആൻ എത്രമാത്രം ഫസീഹാണെന്ന്, എത്രമാത്രം ഫുസ്ഹയുള്ളതാണെന്ന് അതിൻ്റെ വെല്ലുവിളിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിൽ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് പോലെ പരിശുദ്ധ ഖുർആൻ അവതരിച്ച സമൂഹം എന്ന് പറയുന്നത് പൊട്ടന്മാരൊന്നുമല്ല. ആ കാലഘട്ടത്തിലെ, അതിനു മുമ്പുള്ള കാലഘട്ടത്തിലെ ഇമ്രുൽ ഖൈസിൻ്റെ കവിതകളാണ് ആധുനിക യുഗത്തിൽ പോലും അറബി ഭാഷയുടെ അന്തരാളങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടി പഠിപ്പിക്കപ്പെടുന്നത്. അത്രമാത്രം ഇമ്രുൽ ഖൈസിൻ്റെ കവിതയെക്കുറിച്ച് പറയാറുണ്ട്. കുതിരയെക്കുറിച്ച് കവിത പാടുകയാണെങ്കിൽ അതിൻ്റെ സിംഫണി ഉണ്ടാകുക, ആ ഒരു കവിതയുടെ ഒഴുക്കുണ്ടാകുക കുതിരയുടെ ഓട്ടത്തിനനുസരിച്ചായിരിക്കും.
കുതിര ഓടുന്ന സമയത്ത് അതിൻ്റെ കുളമ്പടി ശബ്ദം ഏത് രീതിയിലായിരിക്കോ ആ രീതിയിലായിരിക്കും ആ കവിതകൾ ഉണ്ടാകുക. അത്രയും സുന്ദരമായ അഗ്രഗണ്യരായ കവികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ഉണ്ടാകുന്നത്. ആ പരിശുദ്ധ ഖുർആൻ അവതരിച്ച സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സകല കവികളെയും സകല സാഹിത്യ സാമ്രാട്ടുകളെയും വെല്ലുവിളിച്ചത് ഇന്നും പരിശുദ്ധ ഖുർആനിൽ രേഖപ്പെട്ടു കിടക്കുന്നു. എത്ര സുന്ദരമായിട്ടാണ് അത്! ഒരു വട്ടമാണോ, 2 വട്ടമാണോ, 3 വട്ടം വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചിട്ടുണ്ട്. അതും ഓരോ വട്ടം വെല്ലുവിളിക്കുമ്പോഴും അതിൻ്റെ ശത്രുക്കളെ ഡീഗ്രേഡ് ചെയ്യുന്ന രൂപത്തിലാണ്, അതിൻ്റെ ശത്രുക്കളെ ഇകഴ്ത്തുന്ന രൂപത്തിൽ. ഖുർആനിൻ്റെ ബദ്ധശത്രുക്കൾക്ക് അവരുടെ നിസ്സഹായത കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ തവണയും വെല്ലുവിളിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഇസ്രാഇൻ്റെ 88-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ നബിയെ പറയുക. തുടങ്ങും തന്നെ അങ്ങനെയാണ്, ഖുൽ നബിയെ പറയുക, മനുഷ്യരും ജിന്നുകളും മുഴുവൻ ഒരുമിച്ച് കൂടിയാൽ, മനുഷ്യർ മാത്രമല്ല മനുഷ്യരോടൊപ്പം ജിന്നുകളും മുഴുവൻ ഒരുമിച്ച് കൂടിയാൽ ഏതൊരു കാര്യത്തിന് വേണ്ടി, അലാ ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ പരിശുദ്ധ ഖുർആനിന് സമാനമായ ഒന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി ജിന്നുകളും മനുഷ്യനും മുഴുവൻ ഒരുമിച്ച് കൂടിയാലും ലാ യഅ്തൂന ബിമിസ്ലി, അതുപോലെയൊന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. വലൗ കാന ബഅ്ദുഹും ലിബഅദിൻ ദഹീറാ, അവർ പരസ്പരം സഹായിച്ചാലും ശരി, ഒറ്റക്കല്ല, മനുഷ്യരോടൊപ്പം ജിന്ന് വർഗങ്ങൾ ഒരുമിച്ച് കൂടിയാലും പരിശുദ്ധ ഖുർആനിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവരാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അള്ളാന്റെ റസൂലിന്റെ നാവിലൂടെ ലോകം പരിചയപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ അനുയായികളെ അതിൽ നിന്ന് തടയുന്നതിന് വേണ്ടി, അതിലേക്ക് ഒഴുകുന്ന അനുയായി വൃന്ദങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തുള്ള 6-ാം നൂറ്റാണ്ടിലുള്ള കവികൾ മുഴുവൻ പരിശ്രമിച്ചിട്ടും ആ ഖുർആനിന് സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. സൂറത്തുൽ ഹൂദിന്റെ 13-ാമത്തെ ആയത്തിൽ വീണ്ടും അല്ലാഹു പറയുന്നു, അം യഖൂലൂന ഇഫ്തറാ, ഈ പരിശുദ്ധ ഖുർആൻ വ്യാജമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? മുഹമ്മദ് കെട്ടിച്ചമച്ചതാണെന്നാണോ നിങ്ങൾ പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ നബിയേ പറയുക, ഖുൽ നബിയേ പറയുക, വെല്ലുവിളിക്കുക, ഫഅ്തു ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്ത്, എങ്കിൽ ഇതുപോലെ കെട്ടിച്ചമച്ചിട്ടാണെങ്കിലും ഒരു 10 അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ 10 അധ്യായം പോയിട്ട് 1/2 അധ്യായം പോലും കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. വീണ്ടും പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അവസാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ വെല്ലുവിളി നടത്തുകയാണ്. എന്താണ് ആ വെല്ലുവിളി? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 23-24 ആയത്തുകളാണ്. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ, നാം നമ്മുടെ അടിമക്ക് നൽകിയ ഈ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആനിന്റെ ദിവ്യത്വത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ആ ഖുർആനിന് സമാനമായ ഒന്ന് നിങ്ങൾ കൊണ്ടുവരണ്ട. 10 അധ്യായവും നിങ്ങൾ കൊണ്ടുവരണ്ട. അതിന് സമാനമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? 5 സെക്കൻഡ് കൊണ്ട് 10 സെക്കൻഡ് കൊണ്ട് ഓതി തീർക്കാൻ കഴിയുന്ന അധ്യായം പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. 10 സെക്കൻഡ് കൊണ്ടോ 5 സെക്കൻഡ് കൊണ്ടോ ഓതി തീർക്കാം. ഒരൊറ്റ വരി മാത്രമാണുള്ളത്, 3 ആയത്തുകൾ മാത്രമാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതിന് സമാനമായ ഒരു അധ്യായം കൊണ്ടുവരുന്നതിൽ പോലും ഖുർആനിന്റെ ശത്രുക്കൾ പരാജയപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹു അതാ വെല്ലുവിളി അവസാനിച്ച് ഇത് നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഫഇല്ലം തഫഅലൂ, നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ, വലൻ തഫഅലൂ, നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാനും പോകുന്നില്ല, ഫത്തഖുന്നാർ, നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ, വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ്, ഉഇദ്ദത് ലിൽ കാഫിരീൻ, എല്ലാ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും നിഷേധത്തിൽ ഉറച്ചു നിന്ന കാഫിറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് ആ നരകം. വെല്ലുവിളി അവസാനിച്ചു. 1400 കൊല്ലം കഴിഞ്ഞു. ഖുർആനിന് സമാനമായ ഒരൊറ്റ അധ്യായം, ഒരു വരി പോലും കൊണ്ടുവരാൻ അതിൻ്റെ ശത്രുക്കൾക്ക് സാധിച്ചിട്ടില്ല. ഖുർആൻ അതിൻ്റെ അജയ്യമായ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. മക്കയിൽ മുസ്ലിങ്ങൾ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോമും പേർഷ്യയും തമ്മിലൊരു യുദ്ധം നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും റോമക്കാർ അഹ്ലു കിതാബാണ്,
ക്രിസ്ത്യാനികളാണ് അവിടെ ഉള്ളത്, ജൂതന്മാരാണ് അവിടെ ഉള്ളത്, പേർഷ്യക്കാർ അഗ്നി ആരാധകരാണ്, അവിടെ ഉള്ളത് ബഹുദൈവ ആരാധകരാണ്. അതുകൊണ്ട് തന്നെ റോമും പേർഷ്യയും യുദ്ധമുണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ റോമിൻ്റെ പക്ഷത്തും മുശ്രിക്കുകൾ പേർഷ്യയുടെ പക്ഷത്താണ് ഉണ്ടാവുക. അങ്ങനെ റോമും പേർഷ്യയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ റോം ഒരിക്കൽ പരാജയപ്പെട്ടു, പേർഷ്യ ജയിച്ചു. ആ സമയത്ത് എന്തുണ്ടായി? മക്കയിലെ മുശ്രിക്കുകൾ ആഹ്ലാദ പ്രകടനം നടത്തി, മുസ്ലിങ്ങൾ സങ്കടത്തിലായി. കാരണം അഹ്ലി കിതാബിനെ അവർ സഹോദരന്മാരായിട്ടാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ ഒരു പ്രവചനം നടത്തി. അലിഫ് ലാം റാ ഗുലിബത്തിർ റൂം ഫി അദ്നൽ അർദ് എന്ന് പറയുന്ന ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞു, റോം ജയിക്കപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ആ റോം ശക്തമായി തിരിച്ചു വരും. ഫി ബിദ്ഇ സിനീൻ, ഏതാനും വർഷത്തിനുള്ളിൽ. ബിദ്ഇ സിനീൻ എന്ന് പറയുമ്പോൾ, ബിദ്ഇ എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെയുള്ള എണ്ണത്തിനാണ് സാധാരണഗതിയിൽ ബിദ്ഇ എന്ന് പറയുക. എത്ര കൃത്യമായ പ്രവചനമാണ് പ്രിയപ്പെട്ടവരെ! 9 വർഷത്തിനുള്ളിൽ കൃത്യമായി റോമാ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യത്തെ തിരിച്ചു അടിക്കുകയും റോം തിരിച്ചു വരികയും ചെയ്തു. നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ വളരെ നിസ്സംഗമായി കേൾക്കാൻ പറ്റുമെങ്കിലും ആ കാലഘട്ടത്തിൽ പേർഷ്യ റോമിനെ ആ രീതിയിൽ തൂത്ത് തകർത്ത് തരിപ്പണമാക്കിയ സമയമാണ്. ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യതയും റോമിനില്ലാത്ത സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇതെൻ്റെ വാഗ്ദാനമാണ്, ഈ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യും. 3 മുതൽ 9 വരെ വർഷത്തിനുള്ളിൽ റോം ശക്തമായി തിരിച്ചു വരും. ആ ദിവസം മുസ്ലിങ്ങൾക്ക് വേറെ വലിയൊരു സന്തോഷം കൂടി ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ റോം തിരിച്ചു വന്ന ആ സമയത്ത് തന്നെയാണ് ഏകദേശം ബദർ യുദ്ധത്തിൻ്റെ വിജയവും അത് കഴിഞ്ഞിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പകല് പോലെ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രവചനങ്ങൾ ഓരോന്നായി പുലർന്നിട്ടുണ്ട്. വേറെ അത്ഭുതം എന്താ അറിയുക നിങ്ങൾ? ഖുർആന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അബൂലഹബ്. അബൂലഹബിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മളൊക്കെ ഇന്നും പാരായണം ചെയ്യാറുണ്ട്. അതെന്താണ്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. അബൂലഹബിൻ്റെ 2 കൈകളും നശിക്കട്ടെ, അത് നശിച്ചിരിക്കുന്നു. അവൻ്റെ സമ്പാദ്യമോ ഒന്നും അവന് ഉപകാരപ്പെടുകയില്ല, അവൻ വഴിയേ നരകത്തിൽ കടന്നെരിയുന്നതാണ്. ഇത് അബൂലഹബിനെ കുറിച്ച് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, പേരിനെങ്കിലും ഈ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്നതിനെങ്കിലും അബൂലഹബിന് ഇസ്ലാം സ്വീകരിക്കാമായിരുന്നു, അബൂലഹബിന് ഖുർആൻ സ്വീകരിക്കാമായിരുന്നു. അയാൾ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. മക്കയിലെ ആ കാലഘട്ടത്തിലുള്ള സകല കുതന്ത്രങ്ങളുടെയും ഉപജ്ഞാതാവാണ് അബൂലഹബ് എന്ന് പറയുന്നത്. പക്ഷേ പേരിന് പോലും ഇസ്ലാം സ്വീകരിക്കാൻ അയാളുടെ മനസ്സ് അയാൾ അനുവദിച്ചില്ല. കാരണം മുഖല്ലിബുൽ ഖുലൂബ് അള്ളാഹുവാണ് ഹൃദയത്തെ നിയന്ത്രിക്കുന്നവൻ. എത്ര തെളിവുകളാണ് പ്രിയപ്പെട്ടവരെ! പരിശുദ്ധ ഖുർആനിനെ അതുല്യമാക്കുന്ന, അനുപമമാക്കുന്ന എത്ര തെളിവുകളാണ് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിൽ അള്ളാഹു നൽകിയ ഈ ഒരു സമ്പത്തുണ്ടല്ലോ, ഈ ഒരു ഐശ്വര്യമുണ്ടല്ലോ, ഈ ഒരു അമാനത്തുണ്ടല്ലോ, അതിൻ്റെ വില കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് നാം അറിയേണ്ടത്. ഈ അൽഫിത്രയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ഖുർആൻ മനുഷ്യനെ എത്രമാത്രം ചിന്തിപ്പിക്കുന്നതും എത്രമാത്രം ഉദ്ബുദ്ധരുമാക്കും. വളരെ രസകരമായൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. കേട്ടതാണ്. പിന്നെ അൽഫിത്രയിൽ പഠിക്കുന്ന കുട്ടികൾ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ അവർ അർത്ഥങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുമല്ലോ, ഓതി പഠിക്കും, ചില ഭാഗങ്ങളിലൊക്കെ അർത്ഥങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ ഏതോ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉമ്മയും മൂത്ത പെങ്ങളെ കൂടിയിട്ട് പിന്നെ എന്തോ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് ഇങ്ങനെ എന്തോ എണ്ണി വെക്കുക, എന്തോ ചെയ്യാൻ, എന്തോ വീട്ടിൽ എന്തോ പാത്രങ്ങളോ മറ്റോ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി വെക്കാൻ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ അടുത്തേ പോയിട്ട് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ എന്ന് ഓതിയെന്നാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാലോ, എല്ലാ കുതർക്കികൾക്കും നാശം. അവരെന്താ ചെയ്യണേ? സമ്പത്ത് ഇങ്ങനെ കൂട്ടിവെക്കുകയും അതിനെ എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 5 വയസ്സുള്ള കുട്ടി പറയുന്ന വർത്താനങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഖുർആൻ അവൻ്റെ മനസ്സിലുണ്ടാക്കിയ ഒരു ഉത്ബുദ്ധത, അത് കാണുമ്പോൾ ആ മനസ്സിലേക്ക്, ആ കുട്ടിയുടെ മനസ്സിലേക്ക് അത് വന്നല്ലോ. ഇതുപോലെ നമ്മുടെ ഹൃദയത്തെ ഉണർത്താൻ, നമ്മുടെ മനസ്സിനെ ഉണർത്താൻ, ഉറങ്ങിക്കിടക്കുന്ന ചിന്താശക്തികളെ ഉദ്ദീപിപ്പിക്കാനുള്ള ശക്തി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പെൺകുട്ടി, +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ഡിപ്രഷൻ കൊണ്ട് ആകെ പ്രയാസപ്പെട്ട് ആത്മഹത്യാ ചിന്തകൾ കൊണ്ട് ജീവിതം മുഴുവൻ, അങ്ങനെ ഉണ്ടല്ലോ. ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിയൊരു പരീക്ഷണം. അത് അനുഭവിച്ച ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളൊരാൾ വന്നിട്ട് എനിക്ക് ഡിപ്രഷനാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം അത് അനുഭവിക്കാത്ത ആളാണെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി എത്ര നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുന്നിൽ ഒരുപക്ഷെ ചിരിച്ച് 5 മിനിറ്റ് കഴിഞ്ഞാൽ കാണാൻ ചിലപ്പോൾ തൂങ്ങി മരിച്ചിട്ടുണ്ടാവും. അത്രമാത്രം ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്താൻ കഴിയുന്ന ഒരു രോഗമാണ് ഡിപ്രഷൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും നമ്മെയും എല്ലാവരെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര
കുട്ടികളാണ് പ്രിയപ്പെട്ടവർ വളരെ നിസ്സാരമായ കാര്യത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നത്. ഒന്ന് ചീത്ത പറഞ്ഞതിന്, ഒന്ന് വഴക്ക് പറഞ്ഞതിന് വേണ്ടിയിട്ട് പോയി തൂങ്ങി മരിക്കുക, ഒന്ന് ഫോൺ വാങ്ങി വെച്ചതിന് വേണ്ടിയിട്ട് തൂങ്ങി മരിക്കുക. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ കുട്ടികളുടെ മനസ്സ്. ഈ പെൺകുട്ടി ഒരുപാട് സൈക്യാട്രിസ്റ്റുകളെ കണ്ടു, ഒരുപാട് സൈക്കോളജിസ്റ്റുകളെ കണ്ടു, ഒരു മാറ്റവും ഇല്ല. അവസാനം ഏതോ ഒരു പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു, നീ ഖുർആനൊന്ന് ഓത്, ഖുർആൻ വായിക്ക്, ഖുർആൻ്റെ അർത്ഥം ഒന്ന് വായിക്ക്. അവളിങ്ങനെ വായിക്കാൻ തുടങ്ങി. ബക്കറ കഴിഞ്ഞു, ആലിമ്രാൻ കഴിഞ്ഞു, നിസായ് കഴിഞ്ഞു, മായിദ കഴിഞ്ഞു, അനാമ് കഴിഞ്ഞു, ഒരു മാറ്റവും ഇല്ല. ഡിപ്രഷൻ അതുപോലെ തന്നെ ഉണ്ട്. ഡിപ്രഷൻ ഇങ്ങനെ നിലനിൽക്കാൻ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്നും സൂറത്തുകളിൽ നിന്നും ഇങ്ങനെ ക്ഷമയോടെ ആ കുട്ടി വായിച്ചു. അവസാനം ഉണ്ടല്ലോ അവളുടെ മനസ്സിൽ കൊണ്ടത് ചിലപ്പോൾ നമുക്കൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന സംഗതിയായിരിക്കും, വളരെ സ്വാഭാവികമായ ആയത്തുകളായിരിക്കും. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിലേക്ക് കൊണ്ട ആയത്ത് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? അൽഹാകുമു التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين ألهاكم التكاثر പെരുമ നടിക്കലിൽ നിങ്ങളിതാ വ്യാപൃതരായിരിക്കുകയാണ്. ഹത്താ സുർത്തുമുൽ മഖാബിർ ഏതുവരെ ഇത് ഉണ്ടാവുള്ളൂ? ഖബറിടം സന്ദർശിക്കുന്നത് വരെ. ഈ ആയത്ത് ഈ കുട്ടിയുടെ മനസ്സിനോട് സംസാരിച്ചു. എന്താ ഈ കുട്ടി അതെന്ന് മനസ്സിലാക്കി അറിയോ? ഈ ദുനിയാവിൽ എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും ഖബറിടം വരെ ഉണ്ടാവുള്ളൂ, മരിക്കുന്നത് വരെ ഉണ്ടാവുള്ളൂ. ഇതേ പോയിന്റ് 1000 വട്ടം അവളോട് വേണമെങ്കിൽ പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഹൃദയങ്ങളുടെ ഉടമസ്ഥൻ്റെ വാക്കാണ്, മനസ്സിൻ്റെ ഉടമസ്ഥൻ്റെ വാക്കാണ്. ആ ഖുർആൻ അത് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ ഈ വാക്ക് തുളച്ചു കയറി. ആവർത്തിച്ചാവർത്തിച്ച് അവളത് വായിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 29 ജുസ് ഓതിയിട്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണാണത്. എത്രത്തോളം ഈ ഖുർആനിൻ്റെ പഠനത്തിൽ അവൾ ഉറച്ചു നിൽക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ പരീക്ഷണാണ്. 30ാമത്തെ ജുസുയിൽ പരിശുദ്ധ ഖുർആൻ അവസാനിക്കാൻ പോകുമ്പോൾ ഖുർആനിൻ്റെ 2 വചനങ്ങൾ ആ കുട്ടിക്ക് സമാധാനം നൽകി. ഖുർആനിൻ്റെ 2 വചനങ്ങൾ ആ കുട്ടിയുടെ രോഗത്തിന് ശമനം നൽകി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ടല്ലോ, എന്താ ഖുർആൻ എന്നോട് ഇങ്ങനെ സംസാരിക്കാത്തത്, എനിക്കെന്താ അത്ഭുതം തോന്നാത്തത്, എനിക്കെന്താണ് എക്സൈറ്റ്മെന്റ് ഉണ്ടാവാത്തത്? അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ആ പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൽ നിങ്ങൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ, ആ പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൽ നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ നിങ്ങളോട് സംസാരിക്കും. ഖുർആൻ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും. അതേത് സന്ദർഭത്തിലാണെന്ന് പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത്ഭുതപ്പെടുത്തും പലപ്പോഴും പരിശുദ്ധ ഖുർആൻ. നമ്മുടെ നാട്ടിൽ ഇവിടെ കണ്ണൂർക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചില പറയേണ്ട ഒരു തളിപ്പറമ്പുകാരനുണ്ട്, ഒരു യുക്തിവാദി. പണ്ടൊക്കെ ഇങ്ങനെ കുറേ പ്രവർത്തനമൊക്കെ ആയിട്ട് നടന്നതാണ്. പിന്നീട് അള്ളാഹു ആ ഹിദായത്ത് എടുത്തു കളഞ്ഞു. അവനായിട്ട് ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു വിഷയം പറഞ്ഞു. എത്ര ആളുകളാണ് ഇങ്ങനെ മാറി വരുന്നത്, എത്ര ആളുകളാണ് ഇപ്പോൾ, എത്ര ഭൂരിപക്ഷം ആളുകളാണ്, കണ്ടമാന ആളുകൾ നീ വിട്ടു വരുന്നില്ലേ, ഇതൊക്കെ ഖുർആനൊക്കെ സത്യമാണെങ്കിൽ ഇതൊക്കെ നടക്കോ, അതിലൊന്നും ഒരു ഹൃദയത്തെ സ്വാധീനിക്കാനൊരു സാധ്യതയും പരിശുദ്ധ ഖുർആനിലില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ വന്ന ഒരു ആയത്തിൻ്റെ ആശയം ഞാൻ പങ്കുവച്ചു. എന്താണ്? ഈ തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല എന്ന ആയത്തിൻ്റെ ആശയം ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടപ്പോൾ അവൻ്റെ മറുപടി എന്താ അറിയോ? ഇങ്ങനെയൊന്നുമില്ല ഖുർആനിൽ. കാരണം എന്താണ്? അതുകൊണ്ട് മനസ്സിന് സ്ട്രൈക്ക് ചെയ്തു. ആ ഒരു അവസരത്തിന് കൃത്യമായ മറുപടി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലുണ്ട് എന്ന വസ്തുത ഓൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ആയത്തെടുത്തിട്ട് കൊടുത്തു. ഓൻ അത് പറഞ്ഞ് നിഷേധിച്ചപ്പോൾ നബിയെ പറയുക, നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല കേട്ടോ. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരിയെന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആ വചനം ഇട്ട് കൊടുത്തപ്പോൾ മിണ്ടാട്ടോ ഇല്ല. ഇതിങ്ങനെയാണ് ഖുർആൻ അതിൻ്റെ ശത്രുക്കളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ വശ്യസുന്ദരമായ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി കഅബാലയങ്ങളുടെ പരിസരത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിൻ്റെ പരിസരത്തുമെല്ലാം ശത്രുക്കൾ ഒളിഞ്ഞു നിന്നത്. അതുകൊണ്ടാണ് അബൂജഹലും ഉമയ്യയും വലീദുമെല്ലാം ഇതിങ്ങനെ ഒളിഞ്ഞു കേൾക്കാൻ പോയെടുത്ത് പരസ്പരം കണ്ടുമുട്ടുകയും നമ്മളിങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ട്, പരസ്പരം പിടിച്ചിട്ടുണ്ട് എന്ന് ആളുകളോട് പറയണ്ട എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ശത്രുക്കൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ ഖുർആൻ കേട്ടാൽ ആ ഖുർആൻ നിങ്ങളെ തോൽപ്പിച്ചു കളയും, നിങ്ങളെ കീഴ്പ്പെടുത്തി കളയും. ആ ഖുർആനിനെ അതിജയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ വിജയികളാവണോ? ആ പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ കേൾക്കാതിരിക്കുക, ആ ഖുർആനുമായി നിങ്ങൾ അടുക്കാതിരിക്കുക എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ, ഒരു യുക്തിവാദിയായ ഒരു യുവാവ്
യുക്തിവാദിയായ ഒരു യുവാവ്, ആ യുവാവിൻ്റെ മനസ്സിനെ മാറ്റിയത് പരിശുദ്ധ ഖുർആൻ നരകത്തെക്കുറിച്ച് പറയുന്ന ഒറ്റ വാക്ക് മാത്രമാണ്. നരകത്തെക്കുറിച്ച് പറയുന്ന ഒരേ ഒരു വാക്കാണ് അവൻ്റെ ജീവിതത്തിൽ വീണ്ടും വിചാരമുണ്ടാക്കിയത്. അവൻ മാറി വന്നത് സൂറത്ത് തൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. നരകവാസികളെ നരകത്തിലേക്ക് ഇട്ടുകഴിഞ്ഞ് ആ നരകത്തിനെ കാക്കുന്ന മലക്കുകൾ, ആ നരകത്തിൽ ശിക്ഷ നടപ്പാക്കുന്ന മലക്കുകൾ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ ഇസ്ലൗഹാ ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ സവാഉൻ അലൈക്കും ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. നരകവാസികളോട് നരകത്തിൻ്റെ മലക്കുകൾ നരകത്തെ നിഷേധിച്ചവരോട് ചോദിക്കുകയാണ്, അഫസിഹ്റുൻ ഹാദാ, ഇത് മായയാണോ? ഇത് മായയാണോ? നീ പറഞ്ഞതുപോലെ ഇത് കെട്ടുകഥയാണോ? നീ പറഞ്ഞതുപോലെ ഇത് അർത്ഥമില്ലാത്ത വിശ്വാസമാണോ? അം അൻതും ലാ തുബ്സിറൂൻ, അതല്ല ഇപ്പോഴും നീ കാണുന്നില്ല എന്നുണ്ടോ? നിന്റെ കണ്ണിന് ഇപ്പോഴും ഇത് കാണാൻ കഴിയുന്നില്ല എന്നുണ്ടോ? ഇസ്ലൗഹാ, അതിൽ കടന്നെറിഞ്ഞുകൊള്ളുക. ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ, ക്ഷമിക്കുകയോ ക്ഷമിക്കാതിരിക്കുകയോ ചെയ്യുക. സവാഉൻ അലൈക്കും ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. രണ്ടൊരുപോലെയാണ്. ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും ഒരുപോലെയാണ്. നിങ്ങൾ പ്രവർത്തിച്ചതിന് മാത്രമാണ് പ്രതിഫലം നൽകപ്പെടുന്നത്. ഈ ആയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? പക്ഷേ ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ നരകത്തെയും സ്വർഗത്തെയും നിഷേധിച്ച് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും രാമായണം ഇതിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നായികക്ക് 40 വട്ടം നരകത്തെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യുവാവിന് മാറ്റമുണ്ടായത്, മാനസാന്തരമുണ്ടായത് ഈ ഒരൊറ്റ ആയത്തിലൂടെയാണ്. ആയത്ത് അവനെ പേടിപ്പിച്ചു. ആ ആയത്ത് അവൻ്റെ മനസ്സിനോട് സംസാരിച്ചു. നരകത്തിലിട്ടിട്ട് ഒരു പക്ഷേ ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ നരകത്തിൽ നിന്ന് അവനോട് ചോദിക്കപ്പെടുന്നതായി കണ്ടിട്ടുണ്ടാവും. ഖുർആൻ്റെ പ്രത്യേകത അതാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ മനുഷ്യർ അവരോട് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഖുതുബയിൽ ഞാൻ ഈ സൂറത്തുൽ ഹദീദിൻ്റെ 13-14 വചനം ഓതി വിശദീകരിച്ചു. പള്ളിയിൽ അത്യാവശ്യം യുവാക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം. ആ സമയത്ത് ആ ഖുതുബ കഴിഞ്ഞിട്ട്, നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു യുവാവ് വന്ന് കരഞ്ഞു. വല്ലാതെ കരഞ്ഞു. അവൻ പറഞ്ഞു, ഇന്ന് അള്ളാഹു എന്നെ ഇവിടെ എത്തിച്ചതാണ്, പടച്ചോൻ എന്നെ ഇവിടെ എത്തിച്ചതാണ്. നിങ്ങൾ മാശറയിൽ നടക്കുന്ന ആ സംഭാഷണം നിങ്ങൾ പറഞ്ഞല്ലോ, ആ സംഭാഷണം യഥാർത്ഥത്തിൽ എന്നെക്കുറിച്ചാണ്. എൻ്റെ മനസ്സിൽ അതുപോലെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ആളിൽപ്പെട്ട ആളാണോ എന്ന് ഞാനിങ്ങനെ സംശയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ കുട്ടി കരയാൻ. ആയത്തേതാണ് പ്രിയപ്പെട്ടവരെ? സൂറത്തുൽ ഹദീദിൽ യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, മുനാഫിഖായ ആണും പെണ്ണും അവരദാ ലില്ലദീന ആമനുൻദുറൂന, സത്യവിശ്വാസികളോട് പറയുകയാണവർ. എന്താണ് പറയുന്നത്? ഉൻദുറൂന, ഞങ്ങളെ ഒന്ന് നോക്കണേ. നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്കൊന്ന് തരണം. അപ്പോൾ അവിടെ എന്താണ് പറയപ്പെടുക? ഖീലർജിഉ വറാഅക്കും ഫൽതമിസൂ നൂറാ, പിറകോട്ട് നിങ്ങൾ പോയിക്കൊള്ളുക, എന്നിട്ട് സ്വന്തം പ്രകാശം അന്വേഷിച്ചു കൊള്ളുക. ഫദുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ് ബാതിനുഹു ഫീഹി റഹ്മ വദാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, അവർക്കിടയിൽ ഒരു വാതിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ വാതിലിൻ്റെ ഉൾഭാഗത്ത് അല്ലാഹു മുഅ്മിനുകളെ റഹ്മത്തിനാൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാകും. വദാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, അതിൻ്റെ പുറം ഭാഗമാകട്ടെ നരകത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതായിരിക്കും. അങ്ങനെ ഈ വാതിലിൻ്റെ പുറത്ത് നിന്നിട്ട് മുനാഫിക്കുകൾ വിളിച്ചു ചോദിക്കുകയാണ്, യുനാദൂനഹും അലം നകും മഅകും. വല്ലാത്തൊരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരത്. യുനാദൂനഹും, അവരതാ വിളിക്കുകയാണ്, എന്നിട്ട് ചോദിക്കുകയാണ്, അലം നകും മഅകും, നമ്മൾ നിങ്ങളുടെ കൂടെയല്ലയോ? നമ്മൾ ഒന്നിച്ചുണ്ടായതല്ലേ, ഒന്നിച്ച് റിയാദ് ഇസ്ലാഹി സെൻറ്ററിൽ പ്രവർത്തിച്ചതല്ലേ, ഒന്നിച്ച് ഖുർആനിൻ്റെ എക്സാം, ലെവൻത്ത് ഖുർആനിൻ്റെ എക്സാം എഴുതിയതല്ലേ, ഒരുമിച്ച് അതിൻ്റെ പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ പോയവരല്ലേ, ഒരുമിച്ച് നിസ്കരിച്ചവരല്ലേ, ഒരുമിച്ച് നോമ്പുറന്നവരല്ലേ. അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളോടൊപ്പമല്ലേ, ഇപ്പം എന്താ നിങ്ങൾ ഞങ്ങളെ മൈൻഡ് ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ വാതിലിൻ്റെ ഉള്ളിൽ നിന്ന് മറുപടി പറയും. എന്താണ് മറുപടി? ബല, ആയിരുന്നു.
ബലായിരുന്നു. വലാകിന്നകും ഫതൻതും അൻഫുസകും, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ ഫിത്നയിലാക്കി കളഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ കുഴപ്പത്തിലാക്കി തളക്കളഞ്ഞു. വതറബ്ബസ്തും വറതബ്തും, എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാത്തിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു, നിങ്ങൾ സംശയിച്ച് നടക്കുകയും ചെയ്തു. വഗറത്കുമുൽ അമാനി, എന്നിട്ട് നിങ്ങളുടെ ഊഹാപോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. എന്താ മുനാഫിക്കിൻ്റെ ഊഹാപോഹം? ഈ സ്വർഗവും നരകമൊന്നും ഇല്ലാത്തതാണ്, ഈ പറയുന്ന സംഗതികളൊക്കെ ഇല്ലാത്തതാണ്, മാഷറൊക്കെ ഇല്ലാത്തതാണ്. ഇതിപ്പോൾ ഇങ്ങനെ കൂടെ എന്നിട്ട് ഇങ്ങനെ ആളെ ബോധിപ്പിക്കാൻ വേണ്ടി നടക്കുക. ഇതാണ് അവരുടെ വ്യാമോഹം. ഹത്താ ജാ അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതുവരെ, ആ മരണത്തിൻ്റെ സമയത്ത് നിങ്ങൾക്കെല്ലാം തിരിഞ്ഞു, എല്ലാം മനസ്സിലായി, സത്യമാണെന്ന് മനസ്സിലായി. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകൻ അള്ളാഹുവിനെ തൊട്ട് നിങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഈ ആയത്താണ് ആ യുവാവിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയത്. ആ യുവാവ് പറഞ്ഞു, എനിക്കിടക്കിടക്ക് ഇങ്ങനെ സംശയം വരാറുണ്ട്, എനിക്കിടക്കിടക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, നിഫാഖിലേക്ക് ഞാൻ പോയോ? ആ ഒരു പേടിയാണ് സ്വഹാബത്തിനുണ്ടായ അതേ ഒരു ബേജാറിലേക്ക്, അതേ ഒരു പേടിയിലേക്ക് ആ യുവാവിൻ്റെ മനസ്സിനെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമ്മുടെ മനസ്സുമായി സംവദിക്കുക. അങ്ങനെയാണ് മുൻകാലത്ത് സംവദിച്ചിട്ടുള്ളതും, അങ്ങനെയാണ് ശ്രവ്യേന്തരങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയതും. ഒന്നാമത്തെ ഹിജ്റ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതാനും അനുയായികൾ അബിസീനിയയിലേക്കുള്ള ഹിജ്റ പോയി. അവിടെ പ്രവാചകനും ഏതാനും അനുയായികളും ബാക്കിയായി. ആ സമയത്താണല്ലോ ആ പറയപ്പെടുന്ന സംഭവം ഉണ്ടായത്, സൂറത്തു നജ്മിൻ്റെ പാരായണം ഉണ്ടായത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ചരിത്രം. റസൂലുള്ളാഹ് കഅബാലയത്തിൻ്റെ പരിസരത്ത് വെച്ച് സൂറത്തു നജ്മ് പാരായണം ചെയ്തു. സൂറത്തു നജ്മ് അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടൊന്ന് ഓതി നോക്കണം കേട്ടോ. എന്ത് രസമാണ്, എന്താണ് അതിൻ്റെ സൗന്ദര്യം പ്രിയപ്പെട്ടവരെ. ശരിക്ക് അറബി ഭാഷയിൽ നമുക്ക് കഴിവ് കൂടുന്തോറും ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ആ സൂറത്തു നജ്മിനെ ആസ്വദിക്കാൻ കഴിയും. എന്താണ് അതിൻ്റെ സിംഫണി? വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിർറത്തിൻ ഫസ്തവാ. എന്തൊരു ഒഴുക്കാണ്, എന്തൊരു അർത്ഥഗാംഭീര്യമാണ് ആ വചനങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പാരായണം ചെയ്യാൻ തുടങ്ങി. കേട്ടിരുന്നു പോയത് ഖുർആനിൻ്റെ അനുയായികൾ മാത്രമല്ല കേട്ടോ, ഖുർആനിൻ്റെ ബദ്ധവൈരികളും ബദ്ധശത്രുക്കളുമായ ആളുകൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ നാവിലൂടെ ഉതിർന്നു വീണ സൂറത്തു നജ്മിൻ്റെ പാരായണം കേട്ട് മയങ്ങി വിവശരായി. അവർ മുഴുവൻ അത് കാതോർത്ത് കേട്ടിരുന്നു. എന്നിട്ട് അവസാനം ആ സൂറത്ത് അവസാനിക്കുന്നത് ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. ഇതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞില്ലേ? അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുക, അവനെ ആരാധിക്കുക. ഒരു കൽപ്പനയോടെയാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. ഫസ്ജുദൂ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുക, വഅബ്ദൂ, എന്നിട്ട് നിങ്ങൾ അവനെ ആരാധിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഈ വചനത്തിൽ എന്താണ് പറയുന്നത് എന്ന് പോലും ഓർമ്മയില്ലാതെ ആ പരിശുദ്ധ ഖുർആനിൻ്റെ മഹാമാസ്മരികതയിൽ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ മുഴുവൻ സുജൂദ് ചെയ്തു. അവരെല്ലാം സുജൂദ് ചെയ്തു. ആരുടെ മുന്നിൽ? പ്രിയപ്പെട്ടവരെ, ബിംബത്തിൻ്റെ മുന്നിലല്ല, അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്തു. ഈ സംഭവം നാടും കടലും കടന്ന് അബിസീനയിലെത്തി. അവിടെ എത്തിയപ്പോൾ സാധാരണ എങ്ങനെയാണല്ലോ, ഒരു നാട്ടിൽ നിന്നൊരു വാർത്ത പുറത്തേക്ക് പോകുമ്പോൾ അതിങ്ങനെ അതിശയോക്തി എക്സാജറേഷൻ നിറഞ്ഞ് അത് വലിയ, പണ്ട് കണ്ണൂരിലെ ബീവി ആനയെ തുപ്പി എന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ്. ഇപ്പം ആനയെ തുപ്പി അടുത്ത് അറിഞ്ഞു നോക്കുമ്പോൾ എന്താണ്? ഒരു കറുത്ത വറ്റു തുപ്പിയതാണ്. ഇതുപോലെ അബിസീനയിലെത്തിയപ്പോൾ മക്ക മുശ്രിക്കുകൾ മുഴുവൻ മുസ്ലിങ്ങളായിട്ടുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് തിരിച്ചു പോകാം. അങ്ങനെ കുറച്ച് ആളുകളൊക്കെ തിരിച്ചു മക്കയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾക്ക് മുന്നിൽ ഏതാനും നിമിഷം അതിൻ്റെ ശത്രുക്കളായിരുന്നു തങ്ങൾ എന്ന് പോലും മറന്നു പോവുകയാണ്. അത്രത്തോളം മനസ്സിനോട് സംവദിക്കാനുള്ള കഴിവ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിനുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിക സ്വീകരണം നമ്മൾ പറയാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കേവലം ത്വാഹാ സൂറത്ത് മാത്രം കേട്ടിട്ടൊന്നല്ല ഇസ്ലാം സ്വീകരിച്ചത്. അതിൻ്റെ മുന്നെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം കുറച്ച് കള്ള് കുടിക്കുന്നതിന് വേണ്ടി, കുറച്ച് മദ്യം സേവിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സാധാരണയുള്ള കമ്പനിക്കാരെയും തേടി ഇറങ്ങിയതാണ്. പക്ഷെ ആരുമില്ല. അദ്ദേഹത്തിന് കള്ളിഷാപ്പ് തുറന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ അദ്ദേഹം കഅബാലയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉമർ കാണുന്നത് ശൂന്യമായ കഅബയാണ്, ആരുമില്ല. പകൽ സമയത്ത് മുഴുവൻ കച്ചറുണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന ഖുറൈശികളൊന്നും കഅബാലയത്തിലില്ല, ഒരു നിഴൽ രൂപം മാത്രം. സ്വാഭാവികമായി ഉമറിൻ്റെ മനസ്സ് സംസാരിച്ചിട്ടുണ്ടാവും, ആ നിഴൽ രൂപം അതാരാണ്? ആരായാലും അയാൾ പറയുന്നത് ആത്മാർത്ഥമായിരിക്കും. കാരണം അയാൾ ഇവിടെ ഈ കഅബയെ ചുറ്റുന്നത് ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ആത്മാർത്ഥമായിട്ടാണ്.
ഉമർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതാരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്കാലത്തെ ഉമറിൻ്റെ ഏറ്റവും വലിയ ശത്രു, ഉമർ തക്കം കിട്ടിയാൽ കൊല്ലാൻ നടക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ എന്താണ് മുഹമ്മദ് പറയുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് പാത്തും പതുങ്ങിയും റസൂലിൻ്റെ പിന്നാലെ ചെന്നു. പ്രവാചകൻ അറിഞ്ഞില്ല ഉമർ വന്നിട്ടുണ്ട് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ പാരായണം ചെയ്തത് സൂറത്തുൽ ഹാഖയായിരുന്നു. സൂറത്തുൽ ഹാഖയുടെ സൂറത്തുൽ നജ്മ് പോലെ തന്നെ സുന്ദരമാണ് സൂറത്തുൽ ഹാഖയുടെ വചനം. ഇതിങ്ങനെ കേട്ടപ്പോൾ അബൂജഹലും അതുപോലെ തന്നെ ഉമയ്യത്തും അതുപോലെ വലീദിനും മുഗൈറൊക്കെ മയങ്ങിയതുപോലെ ഉമറും മയങ്ങിപ്പോയി. ഉമർ അതങ്ങനെ കേട്ട് അതിൻ്റെ വശ്യസുന്ദരമായ വചനങ്ങൾ, അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥവീജികളിലേക്ക് ഊളിയിട്ടിറങ്ങി ഉമർ ഇങ്ങനെ ചിന്തിച്ചു പോയി. എന്തൊക്കെയായാലും മുഹമ്മദ് എന്തൊക്കെ ഇവിടെ വിഘടനവാദം ഉണ്ടാക്കിയാലും എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും വല്ലാത്തൊരു കവിയാണ് കേട്ടോ ഇയാൾ, വല്ലാത്തൊരു കവിയാണ്. ഇയാളുടെ കവിതയെ കടപിടിക്കാൻ ഇവിടെ വേറൊരു കവിയില്ല എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത ആയത്ത് ഉമറിൻ്റെ കാതിലേക്ക് പതിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലം മാ തുഅ്മിനൂൻ. ഇതൊരു കവിയുടെ വാക്കല്ല, ഇതൊരു കവിതയുമല്ല, നിങ്ങളിൽ അല്പം ആളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ ചിന്തിച്ച ഉമർ ചോദിച്ചു, എൻ്റെ സാന്നിധ്യം ഇയാൾ എങ്ങനെ അറിഞ്ഞു? ഇനി വല്ല ജ്യോത്സ്യനോ മക്കാർ പറയുന്ന പോലെ വല്ല സാഹിറോ അങ്ങനെ എന്തെങ്കിലും കഴിവുകളൊക്കെ ഉള്ള കാഹിനോ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ തൊട്ടടുത്ത ആയത്ത് വമാ ഹുവ ബിഖൗലി കാഹിൻ ഖലീലം മാ തദക്കറൂൻ. ഇതൊരു ജ്യോത്സ്യൻ്റെ വാക്കുമല്ല, ഇതൊരു കൈനോട്ടക്കാരൻ്റെ വാക്കുമല്ല. ഉമർ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പിന്നെ ഇതെന്താണ്? ഇതൊരു കവിതയല്ല, ഇതൊരു ജ്യോത്സ്യൻ്റെ വാക്കുമല്ല, പിന്നെ ഇതെന്താണ്? ഇതെങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നത്? ഇതെങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നതെന്ന് ഉമർ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ മറുപടിയും വരികയാണ്, തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഇത് ലോകങ്ങളുടെ രക്ഷിതാവ് അവതരിപ്പിച്ചതാണ്, ഇത് ലോകങ്ങളുടെ രക്ഷിതാവിൻ്റെ അവതീർണമാണ്. അതുകൊണ്ടാണ് അത് ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അക്ഷരാർത്ഥത്തിൽ ഉമർ അവിടെ ഭയപ്പെടുകയാണ്. ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുതേ. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഈ ഖുർആൻ നിങ്ങളെ കീഴ്പ്പെടുത്തി കളയുമോ എന്ന ഖുറൈശികളുടെ നേതാക്കന്മാരുടെ വാക്കത ഉമറിൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. ഉമർ ദാ അവിടുന്ന് ഓടിപ്പോകുകയാണ്. ഇനിയും മുഹമ്മദിൻ്റെ വാക്കുകൾക്ക്, ഈ വചനങ്ങൾക്ക് ഞാൻ കാതോർത്ത് കഴിഞ്ഞാൽ എൻ്റെ കാരണവന്മാരുടെ ഈ മില്ലത്ത് വിട്ടുകൊണ്ട്, ഈ ദീന് വിട്ടുകൊണ്ട് ഞാൻ മുസ്ലിമായി പോകും, ഈ ഖുർആനിനോട് ഞാൻ മയങ്ങിപ്പോകും, അതുകൊണ്ട് ഞാനിതാ പോവുകയാണ്. അങ്ങനെ ഉമർ അവിടെ നിന്ന് പോയി. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, ഉമറിൻ്റെ മനസ്സിൽ അതിന് ശേഷവും ഒരുപാട് പ്രയാസങ്ങൾ ഈ ഖുർആനെ കുറിച്ച് ഓർത്തിട്ടും ചിന്തിച്ചിട്ടും ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെയാണ് സൂറത്തുൽ ത്വാഹ കേൾക്കാനുള്ള അവസരമുണ്ടാകുന്നത്. ആ ചരിത്രം നമ്മൾ കേട്ടതാണ്. ത്വാഹ സൂറത്ത് ഉമർ ഇങ്ങനെ കേൾക്കുകയാണ്, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. എന്നാൽ ആ ആയത്തിൽ രണ്ടാമത് തന്നെ പറഞ്ഞത് എന്താണ്? മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതല്ല ഈ പരിശുദ്ധ ഖുർആൻ. സുബ്ഹാനല്ലാഹ്. എത്ര അവസരോചിതമായ ഇടപെടലാണ് അത് പ്രിയപ്പെട്ടവരെ. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, അങ്ങ് വേദനിക്കുന്നതിന് വേണ്ടിയല്ല ഈ പരിശുദ്ധ ഖുർആനിൻ്റെ അവതീർണം ഉണ്ടായത്. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ, ആരാണോ ഭയപ്പെടുന്നത് അവർക്കൊരു ഓർമ്മയായി കൊണ്ടാണ്, അവർക്കൊരു ഉണർത്തുപാട്ട് മാത്രമായി കൊണ്ടാണ് ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലം മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ. സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനായ പരമകാരുണികനായ ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു ആകുന്നു ഇതിൻ്റെ അവതാരകൻ. അല്ലാഹുവാണ് ഇത് അവതരിപ്പിച്ചത്. ഈ അവതരണം എന്തിനാണ്? ഭയപ്പെടുന്ന ആളുകൾക്ക് ഉത്കൃഷ്ട ജീവിതത്തെക്കുറിച്ചുള്ള മാർഗബോധനം നൽകുന്നതിന് വേണ്ടിയാണെന്ന് ആ പരിശുദ്ധ ഖുർആൻ സംസാരിക്കുകയാണ്. അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ എല്ലാ ഈഗോയും എടുത്ത് മാറ്റി വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹിൻ്റെ റസൂലേക്ക് അർക്കമിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പറയുന്നത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അവിടെയാണ് രണ്ടാം ഖലീഫ, ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫ ഖലീഫ ഉമർ എന്ന ആ വലിയ മനുഷ്യരുണ്ടാവുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയോ സംഭവങ്ങൾ. മിസ്സബർ റളിയല്ലാഹു അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചത്. മിസ്സബർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്ത്? അദ്ദേഹത്തിൻ്റെ വാചാലതയൊന്നും ഉപയോഗിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വാചാലതയൊന്നും മിസ്സബർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചില്ല. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ മിസ്സബർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി കൊടുക്കും.
ഉസൈദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സഅദ് ഇബ്നു മുആദൊക്കെ ഇസ്ലാം സ്വീകരിച്ചത് അങ്ങനെയാണ്. ഉസൈദ് എന്ന് പറയുന്നത് വലിയൊരു ഗോത്രത്തിൻ്റെ തലവനാണ്. ഉസൈദിനോട് ആളുകൾ പോയിട്ട് പരാതി പറഞ്ഞു, ഇതാ മദീനത്ത് ഇങ്ങനെ ഒരാൾ ചുറ്റി നടക്കുന്നുണ്ട്, മൊത്തം കുഴപ്പമുണ്ടാക്കിയപ്പോൾ ആളുകളൊക്കെ വഴിതെറ്റിക്കും. ഉസൈദ് കുന്തം എടുത്തിട്ടാണ് പോകുന്നത് മിസ്ബറുല്ലാൻ്റെ അടുത്തേക്ക്. മിസ്ബറുല്ലാൻ ഉസൈദിൻ്റെ നെഞ്ഞത്ത് തൊട്ടിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം, നിങ്ങൾ എന്തിനാണ് പോകുന്നത് അത് ചെയ്യാം. ഉസൈദ് പറഞ്ഞു, അത് ന്യായമാണല്ലോ, പറഞ്ഞത് ന്യായമാണ്, ശരി നിങ്ങൾ പറയൂ. മിസ്ബറുല്ലാൻ്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തു. ഉസൈദിൻ്റെ കണ്ണ് നിറഞ്ഞു. ഉസൈദ് അവിടെ ആ ഖുർആനിൻ്റെ മുന്നിൽ കീഴ്പ്പെട്ടു. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് വേറൊരാളെ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം, അയാളോട് നിങ്ങൾ ഈ വിഷയം ഒന്ന് പറയണം. അങ്ങനെയാണ് സഅദ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോണത്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോഴേക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരികതയാൽ മദീനയുടെ മണ്ണിനെ മിസ്ബർ റളിയല്ലാഹു ഉഴുതു മറിച്ചിട്ടത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ വാചാലത ഉപയോഗിച്ചിട്ടല്ല, പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയടിക്കന്നെ ആ ഖുർആൻ നമ്മെ അത്ഭുതപ്പെടുത്തണതില്ല, നമ്മുടെ മനസ്സുമായി സംസാരിക്കണമെന്നില്ല. ആ ഖുർആനുമായി നാം ഇങ്ങനെ ഇടപഴകിക്കൊണ്ടേയിരിക്കുമ്പോൾ ഖുർആൻ പെട്ടെന്നൊരു ദിവസം നമ്മെ കരയിപ്പിക്കും, വല്ലാതെ കരയിപ്പിക്കും. ഒരുപക്ഷെ അതേ ആയത്ത് വേറൊരാൾ കേട്ടാൽ അയാൾ കരയില്ല. ഖുർആൻ നമ്മളോട് പേഴ്സണൽ ഇൻഡിവിജ്വലായി സംസാരിക്കും. ഖുർആൻ ഇൻഡിവിജ്വലായി സംസാരിക്കും. പ്രിയപ്പെട്ടവർ, ദാവത്തിന് പോയിട്ട് വളരെ ഡീഗ്രേഡിംഗ് ആയ, വളരെ അപമാനിക്കുന്ന അനുഭവം ഉണ്ടായൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ആ വല്ലാത്ത തകർന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചത് എന്താണെന്നറിയോ? വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൂൻ. നിങ്ങൾ എന്തിനാണ് വേദനിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? വഅൻതുമുൽ അഅലൂൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഒറ്റ ആയത്താണ്, അയാളുടെ സകല മാനസിക പ്രശ്നവും മാറിപ്പോയി, എല്ലാം മാറി. ഞാൻ സാധാരണ പറയുന്ന എം അക്ബർ സാഹിബിൻ്റെ അടുത്ത് നിന്ന് കേട്ടൊരു സംഭവമുണ്ട്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് അത് പറയാത്തത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ അക്ബർ ഖാൻ്റെ അടുത്ത് തന്നെ കേട്ടിട്ടുണ്ടാവും. ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് ആ ആത്മഹത്യയിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷിച്ചത് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരൊറ്റ ആയത്താണ്. ഒരു ഭാര്യയും ഭർത്താവും 2 ചെറിയ പെൺമക്കളും കടം കയറി സാമ്പത്തിക ബാധ്യതയുണ്ടായി. അവസാനം ഒരുമിച്ച് മരിക്കാൻ വേണ്ടി അത്താഴത്തിൽ വിഷം കലർത്തിയിട്ട് അവർ മിനിറ്റുകൾ എണ്ണി കഴിയുന്ന സമയം യാദൃശികമായി ഈ മനുഷ്യൻ ഖുർആൻ എടുത്തു. അള്ളാഹു എടുപ്പിച്ചതാണ്, അതൊരു സബബാണ്. ഈ ഖുർആൻ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ സൂറത്തുൽ ഇസ്രാഇൻ്റെ പേജിലേക്കാണ് അതെത്തിയത്. വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും. ദാരിദ്ര്യം ഭയന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്, നാമാണ് അവർക്കും നിങ്ങൾക്കും അന്നം നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ വാക്ക്. ആ മുസ്ലിമാണ്, ആ മുസ്ലിമായ മനുഷ്യനാണ്. അയാൾ ഖുർആൻ അടച്ചു വെച്ചു. ആദ്യം ചെയ്തത് ആ വിഷം കലർത്തി വെച്ച അത്താഴം മുഴുവൻ എടുത്ത് വേസ്റ്റിലേക്ക് കൊട്ടി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നമ്മൾ നേരിടും, നമ്മൾ ജീവിക്കും. എന്നിട്ട് തിരിച്ചു വന്ന് ഖുർആൻ വായന തുടങ്ങി. ഇന്ന് ആ മനുഷ്യൻ ഖുർആൻ്റെ പ്രചാരകനാണ്. 100 കണക്കിന് ആളുകൾക്ക് ഖുർആനിൻ്റെ വെളിച്ചം പറഞ്ഞ് പകർത്തി കൊടുക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ എത്രയോ 10,000ങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ ഇടയിൽ, എത്രയോ 10,000. പരിശുദ്ധ ഖുർആനിൻ്റെ ഏതാനും വാക്കുകൾ കൊണ്ട് വർഷങ്ങളുടെ അഡിക്ഷൻ ഇല്ലാതായവരുണ്ട്. അറിയാം ഞങ്ങൾക്ക്, വർഷങ്ങളുടെ ഈ മയക്കുമരുന്ന് അഡിക്ഷനിൽ നിന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ ഏതാനും വചനങ്ങളാൽ മോചനം നേടിയ ആളുകൾ എത്രയോ ഉണ്ട് ലോകത്ത്. ഖുർആനിൻ്റെ കഴിവ് തന്നെയാണത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ, ഏറ്റവും വലിയ കുടിയന്മാരാണ് അറബികൾ ആ കാലഘട്ടത്തിൽ. അവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മരിച്ചാൽ എൻ്റെ ഖബറിൻ്റെ പുറത്തൊരു മുന്തിരി വള്ളി നാട്ടണം. എന്നാൽ എന്താണ്, ആ വള്ളിയിലൂടെ ഇങ്ങനെ കയറി വന്ന് ഒരു മുന്തിരിയായിട്ട് മാറിയിട്ട് നിങ്ങൾ പിഴിഞ്ഞെടുക്കുന്ന വീഞ്ഞിൽ എനിക്ക് എന്താ പറയുക, അലിഞ്ഞു ചേരാലോ. അത്രത്തോളം കള്ളിനെയും മദ്യത്തെയും ഇഷ്ടപ്പെട്ടവർ, സ്നേഹിച്ചവർ, പ്രണയിച്ചവർ, പ്രേമിച്ചവർ എന്നൊക്കെ നമുക്ക് പറയാം. ആ മനുഷ്യർ അവസാനം ഫഹൽ അൻതും മുൻതഹൂൻ എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ 3 വചനങ്ങൾ, ആ തരത്തിലേക്ക് അവരുടെ ഹൃദയത്തെ അള്ളാഹു പാകപ്പെടുത്തിയെടുത്തു. പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു ചോദിച്ചു, ഫഹൽ അൻതും മുൻതഹൂൻ, പിന്തിരിയാറായിട്ടില്ലേ കൂട്ടരെ, മതിയാക്കാനായിട്ടില്ലേ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ മദീനയിലെ വീടുകൾക്കുള്ളിൽ സൂക്ഷിക്കപ്പെട്ട സകല മദ്യത്തിൻ്റെ കുറ്റികളും തച്ച് തകർക്കപ്പെട്ടു. മദ്യത്തിൻ്റെ ചഷകങ്ങൾ എറിഞ്ഞുടക്കപ്പെട്ടു. ഒരാഴ്ചത്തേക്ക്, 2 ആഴ്ചത്തേക്കും, 3 ആഴ്ചത്തേക്കും, 2 കൊല്ലത്തേക്കുമല്ല, എന്നേക്കുമായി. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഈ മദ്യം ഒഴുകിയ സ്ഥലത്ത് മുളച്ചു പൊങ്ങിയ ചെടി ഭക്ഷിച്ച ഒട്ടകത്തിൻ്റെ മാംസം തിന്നുന്നതിൽ പോലും അവർ വിമുഖത കാണിച്ചു എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. നോക്ക് നിങ്ങൾ,
എത്രത്തോളം എല്ലാം മനുഷ്യൻ്റെ മനസ്സിന്, മനുഷ്യൻ്റെ സ്വഭാവത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ ഹൃദയമുണ്ടല്ലോ, ഈ ഹൃദയം ഒരു ദിവസം 1,15,000 തവണ ഇടതടവില്ലാതെ മുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയവും പരിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ആ ഖുർആനിലുള്ള ശിഫ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കുള്ള ശിഫയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൽ ലിന്നാസ് വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ പിടിപെടുന്ന മാറാരോഗങ്ങൾക്കുള്ള ഒറ്റമൂലിയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ. അത് മുഅ്മിനീങ്ങൾക്കുള്ള റഹ്മത്താണ്, കാരുണ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിൻ്റെ പഠിതാക്കളാവുക, അവസരങ്ങൾ ഉപയോഗിക്കുക, നാം പരിശ്രമിക്കേണ്ടതുണ്ട്. എങ്കിലേ അള്ളാഹു നമുക്ക് നൽകൂ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ ക്ലാസ്സിന് വരാൻ തുടങ്ങുക, അള്ളാഹു മാറ്റമുണ്ടാക്കും. ഇവിടെ എല്ലാ ആഴ്ചകളിലും ക്ലാസ് നടക്കാറുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ആ ക്ലാസ്സിൽ നിങ്ങളൊന്ന് വന്നിരിക്കുക. ഖുർആൻ പഠന പദ്ധതിയുമായി നിങ്ങളൊന്ന് ബന്ധപ്പെട്. ഖുർആനുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടാവും. ഖുർആനുമായി നിങ്ങൾക്ക് ബന്ധം വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ലഹരി വേറെ ഇല്ല എന്ന് നാം മനസ്സിലാക്കുക. കാരണം അത് അല്ലാഹുവിൻ്റെ വചനമാണ്. ആ ഖുർആനിൻ്റെ യഥാർത്ഥത്തിലുള്ള സംസാരം കേൾക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആ ഖുർആനിൻ്റെ വചനങ്ങൾ യഥാർത്ഥത്തിൽ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളുടെ വസന്തമായി നീ പരിശുദ്ധ ഖുർആനിനെ മാറ്റണേ അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാർഗദീപമായി ഈ പരിശുദ്ധ ഖുർആനെ നീ നിലനിർത്തി തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വഴികാട്ടിയായി ഈ പരിശുദ്ധ ഖുർആനെ ആക്കി തീർക്കണേ റബ്ബേ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله.